പാലക്കാട് ഷോളിയൂർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയ 12 വിദ്യാർത്ഥികൾ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായ കലാരൂപവുമായി വേദിയിലെത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ്. ചടുലമായ പാട്ടിനും താളത്തിനുമൊപ്പം ചുവടുവെച്ച് അവർ ഇരുള നൃത്തം ആടിത്തിമിർത്തപ്പോൾ ദ്രാവിഡ ഭാഷയായ ഇരുള കൂടിയാണ് ശ്രദ്ധ നേടുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശേഷം ന്യൂസ് ടൈറ്റിൽ ആതിര ചേരും. ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രത്യേകത തദ്ദേശീയ കലകൾ ഉൾപ്പെടുത്തിയെന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കലാരൂപമാണ് ഇരുള നൃത്തം. അട്ടപ്പാടിയിലെ ഗോത്ര വിഭാഗത്തിനിടയിൽ പ്രചാരണത്തിലുള്ള ഇരുള നൃത്തമാണ്. പല സ്കൂളുകളും ഈ ഇരുള നൃത്തം പരിശീലിക്കുന്നതിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ കുട്ടികൾ ഷോളയൂർ ട്രൈബൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവർക്ക് ഇത് പ്രത്യേകിച്ച് പരിശീലിക്കേണ്ട കാര്യമില്ല. ഇവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് ഇരുള നൃത്തം. അപ്പോൾ കലോത്സവത്തിൽ ഇരുള നൃത്തം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിനെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇരുള നൃത്തം അങ്ങനെ ഞങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ജനിച്ചത് മുതലേ പഠിച്ചു വരുന്ന ഒരു തനത് കലമാണ് ഇരുള നൃത്തം എന്ന് പറയുന്നത്. ഇരുള നൃത്തം ഞങ്ങളുടെ ഇതിൽ തന്നെ കളിക്കാൻ പറ്റിയതിൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ഇരുള നൃത്തം പോലെ തന്നെ വളരെ പ്രധാനമാണ് ഇരുള ഭാഷ. അവർ മലയാളം സംസാരിക്കുന്നതിൽ ശരിക്കും അവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇരുള നൃത്തത്തെക്കുറിച്ച് അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇരുള ഭാഷയിൽ തന്നെ സംസാരിച്ചാലോ? ಆದಿವಾಸಿಗಳ ತಾಟ ಅದೇ ಕುಮ್ಮಿ ಈ ಇರುಳ ನೃತ್ತಂಗ ಅದು ತಾಟ ಅಚ್ಚ ಸೊಲ್ಲೋಣಂದ ಇರುಳ ನೃತ್ತಂದ சாவுக்கு சீருக்கு கோயல் நம்ம என்னது நடந்தாலும் எம்தி வந்துட்டு ಈ ಆಟ இருக்கும். ಈ ಆಟ ஆடக்குள்ளே எம்குள்ளேயே ஒரு சந்தோஷம் வந்து நாமே தெரியாத ஆடுவேமா. அந்த மாதிரி ஆடுக ஒரு ஆட்டாதே இது ஒரு ஒரு பொண்ணுனே வர்ணிக்காதம்மா காடுக்கு விதை போடக்குள்ளேயும் களை எடுக்கக்குள்ளேயும் எல்லாம் பாடுகா வாட்டுகாம. പിന്നെ എപ്പാമേ നാം ഏനാത് പണിയാലും സാമിയെ കുമ്മിട്ട് പണുകാതിനാലേ എപ്പാമേ ഫസ്റ്റ് പാട്ട് നാം സാമി പാട്ടതേ പാടുവേമ. അതേ மாதிரி சத்தவருக்கு ஒரு பாட்டுகாமல் இருக்குது. தனித்தனியாக நிறைய பாட்டுகா இருக்குது. நம்ம எல்லா பாட்டையும் ஆடி பாடி கொண்டாடுவேன். நாம் சின்ன பிள்ளை காலத்திலிருந்து பார்த்து பார்த்து வளர்ந்து ஆட்டாம் பாட்டா எமுக்குள்ளே அச்சாமல் ஊறி போய்த்தது. அதே எச்சா ஸ்டேஜுக்கே பர்ஃபார்மென்ஸ் பண்ணணும் மாட்டாதே டீச்சரை சொல்லித்தரக்காரு. எமுக்குள்ளே ஆட்டம் இருக்குது, நாமே ஆடுகேமு. நாம் என்னது ஆடுக மாதிரியே ஆடினேன். ஆனால் என்ன அது இங்கே கொஞ்சம் நிர்தேசகம் இருக்குது. அதுக்கு அனுசரத்து மட்டும்தான் நான் பழகிருக்கேன் மாட்டேன். தாட்டத்தை நாம் எப்பாம் ஆடுக மாதிரியே ஆடினேமு. நாம் ஒன்றுமே நினைக்கவே இல்லை. ஸ்டேஜ் இருந்தெல்லாம் நினைக்கவே இல்லை. நாம் ஜாலியாக ஆடினேன். இருக்க எல்லாருமே ஆடுவார். சின்ன பிள்ளைதிருந்து கலவன் வரைக்கும் எல்லாருமே ஆடுவார். ஒரு வித்தியாசம் இல்லை. நாம் எல்லாரும் ஒன்றுன்னு சொல்லி ஆடுவேமா. தமிழெல்லாம் கலந்தே இருக்கும். ஆனால் எம்த்து பேச எல்லாத்து பேசுகிற மாதிரி கொஞ்சம் வித்தியாசம், அவ்வளவுதே. எல்லா பேசையும் கலந்துருக்கும். இல்லை ஏமுத்தீருதெல்லாம் நம்ம எல்லாருமே ஆதிவாசிதே பேசுவோம். செவட்டைக்கே வந்ததே ஏதோ மேலாளக்காரரை பார்த்தா நான் மேலாள பேசுவோம். நான் மேலாள படுத்திருக்கனாலே மேலாள பேசுவேமோ. எமுத்தீருதெல்லாம் நம்ம ஆதிவாசிதே பேசுவேன். எம் ஆளுகளோட ரேட்டுதையும் நான் இப்போ ஆடக்கு வந்திருக்கேமோ. எம் தாட்டத்தை இப்போ நான் மட்டும் இல்லை, இது எல்லாருமே ஆடுகிறாரு. எல்லா பிள்ளைகளுமே ஆடுகிறாரு. அது எமக்கு சந்தோஷமா இருக்குது. ஏனா 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 மேலே ஏனா ஏனா ഇരുള നൃത്തത്തിനൊപ്പം ഇരുള ഭാഷയും ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൂടെ ആദരിക്കപ്പെടുകയാണ്. തദ്ദേശീയ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയതിലൂടെ ചരിത്രം കുറിക്കുകയാണ് അനന്തപുരിയിലെ കലോത്സവം. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.